റൈറ്റ് റൈറ്റ് ഓക്കെ, ഒരു നിമിഷം. ഫാദർ ഫിലിപ്പ് കവിയിൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി, ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഫാദർ ഫിലിപ്പ് കവിയിൽ, ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചു, അത് ഇപ്പോൾ 3 മാസത്തെ സമയം. പക്ഷേ അദ്ദേഹം പറയുന്നു, ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ 3 മാസത്തെ സാവകാശം അത് മതിയാകുമോ എന്നുള്ളൊരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം അക്കാര്യത്തിൽ? ജസ്റ്റിസ് രാമചന്ദ്രൻ സാർ പറഞ്ഞത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഒരു രീതി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് ഈ ക്രിസ്മസിന് വളരെ സത്യമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് സാധിക്കുമായിരുന്നു. എന്തിനാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ വെക്കുന്നത്? കാരണം ഈ സ്ഥലം അവരുടേതാണെന്നുള്ളതിന് രേഖകളടക്കം അവർക്കുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് ഇതിനോടകം. പിന്നെ ഈ പ്രശ്നം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് മുൻപത്തെ 610 പാവപ്പെട്ട കുടുംബങ്ങളുടെ ആവശ്യം. അതുപോലെ കേരള ജനതയുടെ പൊതുവായ കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും ആ നിലപാടാണ് എക്കാലവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പേ എതിരെ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കമ്മീഷനും കൃത്യമായ സമയത്ത് തീർക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ അവരുടെ പ്രവർത്തനം. അവരുടെ കുറ്റമല്ല, പല കാരണങ്ങൾ കൊണ്ട്. അപ്പം അദ്ദേഹം ജസ്റ്റിസ് പറയുന്നത് തീർച്ചയായിട്ടും ന്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കമ്മീഷനിലേക്ക് നയിക്കാതെ ഈ പ്രശ്നത്തിന് ഗവൺമെന്റ് തലത്തിൽ വേഗം തീരുമാനം ഉണ്ടാക്കുകയായിരുന്നു വേണ്ടത്. അതുകൊണ്ട് ഈ മുനമ്പം നിവാസികളുടെ ആവശ്യം അത് തന്നെയാണ്. ഈ തീരുമാനം വലിച്ചു നീട്ടാണ് എത്രയും പെട്ടെന്ന് തീർക്കുക. മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ആർജവത്വം ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് 2-3 ആഴ്ചയ്ക്കുള്ളിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ പാവപ്പെട്ട മനുഷ്യരെ എത്ര വർഷമായിട്ട് ദുരിതത്തിലാക്കിയിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇനിയും അവരെ ഇങ്ങനെ അനന്തമായിട്ട് ആകുലതകളില് നിസ്സലതകളിലേക്ക് തള്ളിവിടുന്നത് ശരിയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് കൃത്യമായ നിലപാടെടുക്കുകയും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. കത്തോലിക്ക കോൺഗ്രസ് ഇത്തരത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചത് തന്നെ ഇത് വളരെ നീണ്ടുപോകും, പരിഹാരം ഉടൻ ഉണ്ടാകില്ല എന്നുള്ളൊരു പൊതുവികാരമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല. എന്താണ് അടുത്ത സ്റ്റെപ്പ്? അത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് സഭാ നേതൃത്വവുമായിട്ട് ആലോചിച്ച് വേണം അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ. ആരും ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയില്ല. എങ്കിലും വിശ്വാസികളുടെ ഇടയിൽ വളരെ കൃത്യമായ അതൃപ്തി ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഇങ്ങനെ ഇതല്ല ഒരു നിലപാട് എടുക്കുന്നത്. ഈ പ്രശ്നം അവിടെ ഇത്രയും ജനപിന്തുണയോടെ സമരം നടത്തിയപ്പോൾ ഇവരുടെ ജീവൻ പ്രശ്നത്തിന് പരിഹാരം ഉടൻ കണ്ടെത്തും എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത്. ഗവൺമെന്റിന് അത് സാധിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു വഴി കണ്ടെത്തി ഈ പ്രശ്ന പരിഹാരത്തിന് ഇടവരുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷേ സർക്കാരിനും അത് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഫാദർ. കാരണം അത് കോടതിയിൽ ഇരിക്കുന്ന പ്രശ്നമാണ്. അവിടെ സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിക്കുകയും വേണം. അതിൽ ഒരുപാട് നിയമ തടസ്സങ്ങളും നിലനിൽക്കുന്നില്ലേ? അപ്പോൾ അവർക്ക് മുന്നിലുള്ള പോം വഴി ജുഡീഷ്യൽ കമ്മീഷനല്ലേ? നമുക്ക് ഇവിടെ നിയമങ്ങൾ നിർമ്മിക്കുന്ന ആരാണ്? സർക്കാരുകളല്ലേ. അതുകൊണ്ട് ഈ സർക്കാരുകൾക്ക് കീഴിൽ വരുന്ന സംവിധാനങ്ങളെ സർക്കാർ ഭവ്യതയോടെ നിൽക്കേണ്ട കാര്യമില്ല. സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളോട് സർക്കാർ നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമുള്ള സർക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരല്ലേ ഈ സർക്കാർ. മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ നിൽക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് വിഷയത്തിൽ മാത്രം ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത്? സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബോർഡുകളോടും മറ്റ് സംവിധാനങ്ങളോടും നിർദ്ദേശം കൊടുക്കുവാനുള്ള അധികാരം സർക്കാരിനുണ്ട്. ഇവരാരെയാണ് ഈ പേടിക്കുന്നത്? ആ അധികാരം ഉപയോഗിച്ച കൃത്യമായ ഇത് ഒരു അനീതിയുടെ വിഷയമല്ലേ? സ്വന്തമായി പട്ടയമുള്ള സ്ഥലമടച്ചിരുന്ന റവന്യൂ അവകാശങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തിന്മേൽ മറ്റൊരാള് വന്ന് അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അതിന് തീരുമാനം കൽപ്പിക്കാൻ ഇങ്ങനെ അനന്തമായി നീട്ടുന്ന കാര്യമുണ്ടോ? പക്ഷെ അത് ഒരു മുനമ്പത്തെ വിഷയത്തേക്ക് മാത്രം ഒതുങ്ങില്ലല്ലോ. ഒരു മൊത്തത്തിൽ പലയിടങ്ങളിലും ആ സാഹചര്യവും പ്രശ്നവും നിലനിൽക്കാം. അപ്പോൾ അത് പരിപൂർണമായിട്ടും ഒരു തീർപ്പിലേക്ക് എത്തിക്കേണ്ട സമയത്ത് അതിന് സാവകാശവും വ്യക്തതയും ഒക്കെ വരുത്തേണ്ട സാഹചര്യമല്ലേ സർക്കാരിന്? എത്ര നാളാണ് സാവകാശം? മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ് നമ്മൾ പല അനുഭവങ്ങളോട് മനസ്സിലാക്കി. അങ്ങനെ നമ്മുടെ നാട് മുഴുവൻ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇതെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് സത്യ നടപടി സ്വീകരിക്കണം. എല്ലാ മനുഷ്യരെയും
ഈ പ്രശ്നത്തിലേക്ക് തള്ളിവിടാൻ ഉള്ള ഇട വരുത്തരുത്. ഗവൺമെന്റുകൾ എപ്പോഴും ഒരു രാജ്യത്തെ പൗരന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ടവരാണ്. അതിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അതിനുള്ള നടപടികൾ എടുക്കണം. അതിനുവേണ്ടിയാണല്ലോ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനകീയ സർക്കാരുകള് ഈ ജനത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പം അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് നടപടി സ്വീകരിക്കാൻ കൂടെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജനാധിപത്യ സർക്കാരുകൾക്ക് ഒളിച്ചോടാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒളിച്ചോടുന്നത് ഭൂഷണവുമല്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജനകീയ സർക്കാരുകൾ അവരുടെ ഉത്തരവാദിത്വം എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണം. സാധാരണക്കാരായ പൗരന്മാർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സംവിധാനങ്ങള് അനീതിയുടെ ഏതനുഭവം ഉണ്ടായാലും അതിനെതിരെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം. അവിടെ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നല്ല നോക്കേണ്ടത്, സത്യത്തിന്റെ നീതിയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. നാളെ നമ്മുടെ സ്ഥലം നിങ്ങളുടേതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? കരമടയ്ക്കുന്ന റവന്യൂ അവകാശങ്ങളുള്ള നീതിയുള്ള ഈ സ്ഥലം മറ്റുള്ളവർക്ക് അവകാശപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ പൊളിച്ചെഴുതുക തന്നെ വേണം. ശരി, ഫാദർ ഫിലിപ്പ് കവിയിലാണ് പ്രതികരിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി. മുനമ്പം വിഷയത്തിൽ പ്രവർത്തനം അത് 3 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട് എന്നായിരുന്നു രാവിലെ ന്യൂസ് 18നോട് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചത്.